ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയ്ക്കും 2020 ലോകകപ്പിനുമുള്ള ഇന്ത്യൻ ടീമിനെ ഒരുമിച്ചാണ് പ്രഖ്യാപിച്ചത്. സഞ്ജു സാംസൺ പ്രധാന വിക്കറ്റ് കീപ്പറായപ്പോൾ ഇഷാൻ കിഷൻ 2 വർഷത്തിനു ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വന്നു. സഞ്ജു ന്യൂസിലാൻഡ് സീരീസിൽ അമ്പേ പരാജയമായപ്പോൾ ഇഷാൻ തലങ്ങും വിലങ്ങും കിവി ബോളർമാരെ അടിച്ച് പറത്തിക്കൊണ്ടിരുന്നു. കാര്യവട്ടത്തെ 5ാം മത്സരത്തിലെങ്കിലും തിളങ്ങിയിരുന്നെങ്കിൽ സഞ്ജുവിന് ലോകകപ്പിൽ സ്ഥിരമായി കളിക്കാമായിരുന്നു. പക്ഷേ സ്വന്തം കാണികൾക്ക് മുന്നിലും അന്ന് സഞ്ജു നിരാശപ്പെടുത്തി. എന്നാൽ ഇഷാൻ അവിടെയും കൊടുങ്കാറ്റായി. 42 പന്തിൽ സെഞ്ചുറി, 10 സിക്സ്, 6 4. ബാറ്റ് വീശിയത് 239 സ്ട്രൈക്ക് റേറ്റിൽ. സൂര്യയ്ക്കൊപ്പം 3ാം വിക്കറ്റിൽ 137 റൺസിൻ്റെ കൂട്ടുകെട്ട്, അതും വെറും 58 പന്തിൽ. ലോകകപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കും മുമ്പ് വരെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു ഇഷാൻ കിഷൻ. എന്നാൽ കഴിവുകൊണ്ട് തന്നെ ഇഷാൻ കയറി വന്നു. ലോകകപ്പിലേക്കും ഇന്ത്യയുടെ ഓപ്പണിംഗ് സ്പോട്ടിലേക്കും. സൂര്യ ഒഴികെ മറ്റാരും തിളങ്ങാതിരുന്ന USA-ക്കെതിരായ ആദ്യ മത്സരത്തിൽ 16 പന്തിൽ 20 റൺസ് മാത്രമായിരുന്നു ഇഷാന്റെ സമ്പാദ്യം. എന്നാൽ നമീബിയക്കെതിരെ ഇഷാൻ വിശ്വരൂപം കാട്ടി. 24 പന്തിൽ 61 റൺസ്. അപ്പോഴും പാകിസ്ഥാനെതിരെ എങ്ങനെയായിരിക്കും ഇഷാന്റെ പ്രകടനമെന്ന് ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. പാകിസ്ഥാനാവട്ടെ അഭിഷേക് ശർമ്മയെ പൂട്ടാൻ പദ്ധതികൾ തയ്യാറാക്കി. അപ്രതീക്ഷിതമായി ആദ്യ ഓവർ എറിയാനെത്തി ക്യാപ്റ്റൻ സൽമാൻ ആഗ തന്നെ അഭിഷേകിനെ പുറത്താക്കുകയും ചെയ്തു. പക്ഷേ അവർ ഇഷാനുള്ളത് ഒരുക്കി വെച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഇഷാൻ അതിന് സമ്മതിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. 5 സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരുമായി കളിച്ച പാകിസ്ഥാനെ നിലം തൊടിച്ചില്ല ഇഷാൻ. ഐറിസ് ഗെയിം കളിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലെ പിച്ച് ഒരിക്കലും എൻ്റർടൈനിങ് ആയിരുന്നില്ല. ബാറ്റിങ്ങിന് ഏറെ ബുദ്ധിമുട്ടേറിയ സ്ലോ പിച്ച്. പാകിസ്ഥാനാവട്ടെ സ്പിന്നർമാരെ മാത്രം ഇറക്കിക്കൊണ്ടിരുന്നു. 20ൽ 18 ഓവറും എറിഞ്ഞത് സ്പിന്നർമാർ. അവരുടെ പ്രീമിയം പേസർ ഷഹീൻ അഫ്രീദി എറിഞ്ഞത് 2 ഓവർ മാത്രം. സ്പിന്നിനെ അകമഴിഞ്ഞ് തുണയ്ക്കാറുള്ള ആ പിച്ചിൽ പാക് ബോളർമാരും ഇഷാൻ കിഷനുമായിരുന്നു പോരാട്ടം. സയ്യും അയ്യൂബിൻ്റേതുൾപ്പെടെ അണ്ണീവനായി പോകുന്ന പന്തുകളിൽ സ്റ്റെപ്പ് ഔട്ട് ആത്മഹത്യാപരമാവുമെന്ന് മനസ്സിലാക്കിയ ഇഷാൻ ക്രീസിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഷോട്ടുകൾ തീർക്കുന്നത്. അങ്ങേയറ്റം സ്ലോ ആയൊരു പിച്ചിൽ ഇഷാൻ അടിച്ചുകൂട്ടിയത് 40 പന്തിൽ 77 റൺസ്, 10 ബൗണ്ടറി, 3 സിക്സർ. സ്ട്രൈക്ക് റേറ്റ് 192. 8.4 ഓവറിലാണ് ഇഷാൻ പുറത്താകുന്നത്. ഇന്ത്യൻ സ്കോർ അപ്പോൾ 88. ഇഷാന്റെ ഇൻഡിവിജ്വൽ സ്കോർ 77. ലോകകപ്പിലെ ഇന്ത്യ പാക് മത്സരത്തിൽ ഏറ്റവും ഉയർന്ന 3ാമത്തെ മികച്ച വ്യക്തിഗത സ്കോറും ഇതോടെ ഇഷാൻ നേടി. ആദ്യ 2 സ്ഥാനത്ത് ഒരാൾ തന്നെയാണ്, ഒരേയൊരു കിങ് കോഹ്ലി. അഭിഷേകും ഹർദിക്കും 0-ന് പുറത്തായ തിലക് വർമ്മയും സൂര്യകുമാർ യാദവും റണ്ണെടുക്കാൻ ബുദ്ധിമുട്ടേറിയ അതേ പിച്ചിലാണ് ഇഷാൻ ബാറ്റിംഗ് അങ്ങേയറ്റം അനായാസമാക്കിയത്. സയ്യും അയ്യൂബിൻ്റെ പന്തിൽ ബെയിൽ ഇളകി മടങ്ങുമ്പോൾ ഇഷാന്റെ മുഖത്ത് വലിയ നിരാശയുണ്ടായിരുന്നു. ഏവരും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞെടുത്ത് അയാൾ ലക്ഷ്യമിട്ടത് സെഞ്ചുറിയായിരുന്നു. അതാണ് ഇഷാന്റെ റേഞ്ച്. മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാനും ചീട്ടുകൊട്ടാരം കണക്ക് തകർന്നു. അവിടെയാണ് ഇഷാന്റെ ബാറ്റിങ്ങും ആ 77 റൺസും എത്രമാത്രം പ്രഷ്യസ് ആണെന്ന് മനസ്സിലായത്. ഒരിക്കൽ കയ്യിൽ നിന്ന് പോയ കരിയർ കഠിനാധ്വാനം കൊണ്ടും അച്ചടക്കം കൊണ്ടുമാണ് ഇഷാൻ തിരികെ പിടിച്ചത്. തുടർച്ചയായ അവഗണനകൾ നേരിടുന്ന സമയത്ത് ഒരിക്കൽ ഇഷാനെക്കുറിച്ച് ആർ അശ്വിൻ തൻ്റെ പോഡ്കാസ്റ്റിൽ സംസാരിച്ചത് ഇങ്ങനെയാണ്: അവനൊരു എക്സ്ട്രാ ഓർഡിനറി ടീംമാനാണ്. 100% സത്യം. ഓരോ മത്സരത്തിലും ഇഷാൻ അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. സയ്യിദ് മുഷ്താഖ് അലി 2020 ടൂർണമെൻറ്റിൽ ജാർഖണ്ഡിനെ ഇതാദ്യമായി ജേതാക്കളാക്കിയ ശേഷം ക്യാപ്റ്റൻ കൂടിയായ ഇഷാൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ പലപ്പോഴും വിഷമം തോന്നിയിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ അത്തരം പ്രതീക്ഷകളൊന്നുമില്ല. ഏത് ടീമിനു വേണ്ടി കളിച്ചാലും മികച്ച പ്രകടനം പുറത്തെടുക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കാതിരിക്കുമ്പോഴൊക്കെ നിരാശ തോന്നാൻ കാരണം ഞാൻ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് എന്നെ ഒഴിവാക്കിയത് എന്നതുകൊണ്ടുകൂടിയാണ്. പിന്നീട് ഞാൻ ചിന്തിച്ചു, ഇത്രയും മികച്ച പ്രകടനം നടത്തിയിട്ടും എന്നെ ടീമിലെടുക്കുന്നില്ലെങ്കിൽ ഞാൻ കൂടുതൽ നന്നാക്കണം. യുവതാരങ്ങളോടും എനിക്ക് ഇതേ പറയാനുള്ളൂ: സ്വയം അസ്വസ്ഥനാകാൻ അനുവദിക്കരുത്, കഠിനാധ്വാനം ചെയ്യുക. ബാക്കപ്പ് കീപ്പറായി മാത്രം സ്ക്വാഡിലെത്തിയ താരമാണ് ഇന്ന് ഇന്ത്യയുടെ ലോകകപ്പ് സ്വപ്നങ്ങളുടെ പതാകവാഹകനെന്നത് ആശ്ചര്യമാണ്. ക്രിക്കറ്റിൽ നിന്ന് അവധിയെടുത്ത് BCCI സെൻട്രൽ കരാറിൽ നിന്നും ഒരിക്കൽ പുറത്തായതാണ് ഇഷാൻ. പ്രിയപ്പെട്ട BCCI, കരാറിലെ A ഗ്രേഡിൽ ഒരിടം മാറ്റിവെച്ചേക്കോ? ഇഷാൻ അത് തിരഞ്ഞു വരുന്നുണ്ട്.